ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജുവ ഫുഡ് ചോയ്സിലേക്ക് സ്വാഗതം. ആരും ചിന്തിക്കാത്ത ഒരു കിഡിലൻ സ്നാക്സുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ബനാന സ്റ്റെം നെറ്റ് ചിപ്സ് എന്താണെന്നല്ലേ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ബനാന സ്റ്റെം നെറ്റ് ചിപ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ വാഴയുടെ ഒരു ഭാഗം തണ്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിന് നമുക്ക് ചിപ്സ് ഉണ്ടാക്കി എടുക്കേണ്ട ഭാഗം നമുക്കൊന്ന് ഇതിൽ നിന്ന് എടുത്തു വെക്കാം. ഇനി ഈ ഒരു വാഴത്തണ്ടിന് കത്തി ഉപയോഗിച്ച് ഒന്ന് വരയ്ക്കുക. എന്നിട്ട് ഓരോന്നായിട്ട് നമുക്കിതിനെ പൊളിച്ചെടുക്കാം. ഇതുപോലെ ഇങ്ങനെ കൈ ഉപയോഗിച്ച് പൊളിച്ചെടുക്കാം. ഇപ്പോൾ ഇതിന് ആവശ്യമില്ലാത്ത ആ ഒരു പോളകൾ ഞാനിവിടെ എടുത്ത് മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇത് കാണുന്നത് വാഴത്തടയാണ്. ഈ വാഴത്തടയുടെ തൊട്ട് മുന്നേയുള്ള 2 ലെയറാണ് ഇനി നമുക്ക് എടുക്കാനുള്ളത്. ഇതാണ് നമുക്ക് ഈ ഒരു നെറ്റ് ചിപ്സിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത്. ഇനി അതെടുത്ത് വെക്കാം. ഇപ്പോൾ നമ്മൾ വാഴത്തട സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഈ ഒരു 3 ലെയറാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഈ 3 ലെയറാണ് നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് ആ നെറ്റ് എടുത്ത് ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഈ സ്റ്റെം നെറ്റ് എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ 2 പോർഷൻ്റെയും നടുക്കായിട്ട് ഒരു ലെയർ വരുന്നുണ്ട്. ഈ ഒരു ലെയറാണ് നമ്മൾ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇനി ഈ ഒരു ലെയർ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അത് 2 സൈഡിലും തിന്നായിട്ടിരിക്കുന്ന ആ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റുക. ഇനി നമുക്കിതിനെ 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ 2ആയിട്ട് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഈ ഒരു ലെവലിൽ കട്ട് ചെയ്യാം. ഇത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഈ ഒരു കത്തി ഉപയോഗിച്ച് 2 തരത്തിൽ നമുക്ക് ഈ ഒരു ലെയർ എടുക്കാം. ഫസ്റ്റ് ഈ ഒരു കത്തി വെച്ച് പതിയെ ഇങ്ങനെ ലൈറ്റായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഈ ഒരു പോർഷൻ വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഈ ഒരു ലെവലിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ലെവലിൽ കിട്ടും. ഇതിൽ ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റുക. ഇത് കുറച്ച് കട്ടി കൂടുതലാണ്. എത്രത്തോളം തിന്നായിട്ട് കട്ട് ചെയ്യാമോ അത്രത്തോളം തിന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ലെവലിൽ കിട്ടും. ഇനി ഇതിനെ ലേസിന് കട്ട് ചെയ്യുന്നത് പോലെ കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഈ ഒരു ലെവലിൽ ഇത് നമുക്ക് കിട്ടും. ഇപ്പോൾ എല്ലാം ലേസിൻ്റെ രൂപത്തിൽ ഞാൻ ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ 1 കപ്പ് വെള്ളത്തിൽ 1/2 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് അതിലേക്ക് ഇതിട്ട് മുക്കി വെക്കാം. 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ വിനാഗിരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിങ്ങനെ ചെയ്ത വെള്ളത്തിലേക്ക് ഇത് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനിത് ഈ ഒരു സ്റ്റെം നെറ്റ് ഒരു 10 മിനിറ്റ് വിനാഗിരി ചേർത്ത വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിനെ ഇതിൽ നിന്ന് വെള്ളം കളഞ്ഞ് വെള്ള തുണിയിലേക്ക് എടുത്ത് വെക്കാം. ഇങ്ങനെയെല്ലാം നമുക്കങ്ങനെ ചെയ്ത് കൊടുക്കാം. ബനാന സ്റ്റെം നെറ്റ് ചിപ്സ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മിക്സിംഗ് നമുക്കിനി തയ്യാറാക്കാം. ഒരു ബൗളിലേക്ക് 4 ടേബിൾ സ്പൂൺ മൈദ ചേർക്കുക.
ഇനി നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂൺ കപ്പപ്പൊടി ചേർക്കാം. കപ്പ അരിഞ്ഞ് ഉണക്കി പൊടിച്ചെടുത്തതാണ്. ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബനാന സ്റ്റെം നെറ്റ് നമുക്കിനി ഈ ഒരു മിക്സിങ്ങിലേക്ക് ഇട്ട് ഇതുപോലെ ഒന്ന് മാവ് വെച്ച് മുക്കിയതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മിക്സിംഗ് എല്ലാം ചെയ്തത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായതിനു ശേഷം നമ്മളിവിടെ മാവിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റെം നെറ്റ് ഇട്ട് കൊടുക്കുക. എണ്ണ നല്ല ചൂടായതിനു ശേഷം മാത്രം ഇതിട്ട് കൊടുക്കുക. ഒരു 10 സെക്കൻഡിന് ശേഷം ഇതിനെ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി വീണ്ടും നമ്മൾ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കുക. ഇപ്പോൾ നമ്മുടെ ബനാന സ്റ്റെം നെറ്റ് ചിപ്സ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിപ്സാണ്. ഇത് എല്ലാവർക്കും വീട്ടിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നല്ലതുപോലെ ക്രിസ്പി ആയിട്ടുണ്ട്, കണ്ടോ? ഇത് നമുക്ക് കുട്ടികൾക്ക് ലേസിന് പകരം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ ബൈ.